നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ താൻ നേടാൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ താൻ നേടിക്കഴിഞ്ഞു, അങ്ങനെ പറഞ്ഞൊരു മനുഷ്യനാണ്. ഇനി മരണത്തെ പോലും ഭയക്കുന്നില്ല എന്ന വിമാനയാത്രയിൽ തന്റെ വാഹനം ഇപ്പോൾ അപകടത്തിൽപ്പെടാൻ പോകുന്നു, താൻ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ പോലും മരണത്തിന് തൊട്ടു മുൻപ് വരെ താൻ നൃത്തം ചെയ്തുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ആ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇനി തനിക്ക് ഭയക്കാനോ നേടിയെടുക്കാനോ ഒന്നും തന്നെ ഇല്ല. തൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും താൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞു, താൻ സന്തോഷവാനാണ്. ഇനി മരണം എപ്പോൾ വേണമെങ്കിലും തന്നെ തേടി വന്നോട്ടെ, തനിക്ക് അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഇന്ത്യയിലെ ഏറ്റവും പേരുകെട്ട ബിസിനസ് മുതലാളിമാരിൽ ഒരാളായിട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായ CJ റോയ്. മരണത്തോട് പോലും ഭയമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു റെയ്ഡിനെ ഭയന്നുകൊണ്ട് സ്വന്തം ജീവനെടുക്കുന്നു. തന്റെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി മാസം 2 തികയും മുമ്പാണ് റോയ് തന്റെ ശരീരത്തിലേക്ക് ബുള്ളറ്റ് കയറ്റി ജീവനെടുക്കുന്നത്. നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ മാത്രമുണ്ടായ പ്രശ്നം എന്തായിരുന്നു? അതും തന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നു എന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഭയക്കുന്ന ഒരാളായിരുന്നു CJ റോയ്. തുടക്കം മുതൽ തന്നെ അടിമുടി ദുരൂഹതകളാണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ ദുരൂഹതകൾ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റെയ്ഡ് നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള പെട്ടെന്നെടുത്ത ഒരു നിമിഷത്തെ തോന്നലിൽ എടുത്ത ഒരു തീരുമാനമല്ല റോയിയുടെ ആത്മഹത്യ എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ആത്മഹത്യ എന്നത് എല്ലാം പ്രീ പ്ലാൻഡ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. 9 പേജുകളുള്ള ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കിയിട്ടായിരുന്നു CJ റോയ് ആ ഒരു പ്രീ പ്ലാനിംഗ് നടത്തിയത്. ആ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘവും. 9 പേജുകളുള്ള ആത്മഹത്യ കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചതായാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. ജനുവരി 31 സഹോദരനെ അദ്ദേഹം വിളിച്ചിരുന്നു. അങ്ങനെ ഒരു കോൾ ചെയ്തത് പോലും താൻ ജീവനെടുക്കാൻ തീരുമാനിച്ച ശേഷമായിരിക്കണമെന്നാണ് CJ റോയിയുടെ സഹോദരനും ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. റോയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കി CJ റോയിയുടെ സഹോദരൻ CJ ബാബു രംഗത്ത് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചില കുറിപ്പടികൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. കമ്പനിയുടെ എല്ലാ പ്രൊജക്ടുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ തുടരുമെന്നും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും റോയിയുടെ മകനായ രോഹിത്തും ആ കാര്യങ്ങൾ ആ കമ്പനിയെ നയിക്കും എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരുമ്പോൾ 9 പേജുകളുള്ള കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. റോയിക്ക് കടബാധ്യതകളോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. CJ റോയിയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവായി ഈ പറയുന്ന കത്ത് ഇനി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതീവ വികാരനിർഭരമായിട്ടുള്ള ഒരു കുറിപ്പാണ് CJ റോയ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. തന്റെ വിയോഗത്തിന് ശേഷം ബിസിനസ് സാമ്രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതായത് ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധി ആ 9 പേജുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. താൻ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന കുടുംബത്തിനോട് അതിന്റെ ഭാഗമായിട്ട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ്. വെറുമൊരു വികാര പ്രകടനം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ 9 പേജിലുള്ള ആത്മഹത്യക്കുറിപ്പ് എന്നതാണ്. തന്റെ അഭാവത്തിൽ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ നൽകണമെന്നും പിൻഗാമികൾ ആരൊക്കെയായിരിക്കണം എന്നതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതാണ് ആ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. വർഷങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പിനൊപ്പം വിശ്വസ്തരായി നിൽക്കുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒരു കാരണവശാലും തടയരുത് എന്നും അദ്ദേഹം പ്രത്യേകമായിട്ട് ആ കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബിസിനസ് രംഗത്തെ തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനത്തെ കുറിപ്പിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട് അദ്ദേഹം. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും കുറിപ്പിൽ പറയുന്നു. തനിക്ക് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ചും താൻ നൽകാനുള്ള പണത്തെക്കുറിച്ചും അടക്കം വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു CJ റോയ്. സാമ്പത്തിക രഹസ്യങ്ങളെക്കുറിച്ച് തന്റെ ഭാര്യയ്ക്ക് പൂർണ്ണമായും അറിവുണ്ട് എന്നും റോയ് കുറിപ്പിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻപ് നടന്ന ഒരു അഭിമുഖത്തിലും തന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഭാര്യയ്ക്ക് എല്ലാം അറിയാമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ റോയിയുടെ ഭാര്യയുടെ മൊഴിയെടുക്കാൻ, റോയിയുടെ മക്കളുടെ മൊഴിയെടുക്കാൻ അത് അന്വേഷണത്തിന് വലിയ രീതിയിൽ സഹായമാകും എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ആദായ നികുതി റെയ്ഡും അതിനുണ്ടായ സാഹചര്യങ്ങളും ഈ കുറിപ്പിലെ വിവരങ്ങളുമായി ചേർത്ത് പോലീസ് പരിശോധിച്ചു വരികയാണ്. കത്തിൽ പറയുന്ന കാര്യങ്ങൾ സാമ്പത്തിക രേഖകളുമായി ഒത്തുനോക്കുന്നത്
ലഭ്യമാകുന്നതോടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ. ദുബായിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് എത്തിയത് തന്നെ എല്ലാം തീരുമാനിച്ചുകൊണ്ടായിരുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. ജനുവരി 31 അദ്ദേഹം സഹോദരനെ വിളിച്ചിരുന്നു. അതും ഈ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം എന്നും അന്വേഷണ സംഘത്തിന്റെ നിഗമനമുണ്ട്. മരണത്തിന് മുൻപ് റോയ് ആരെയൊക്കെ വിളിച്ചു എന്നതടക്കം പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പ്രത്യേക അന്വേഷണ സംഘം ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. അനുമതിയില്ലാതെ ബാംഗ്ലൂരു വിട്ടുപോകരുതെന്ന് SIT നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം CJ റോയിയുടെ വിയോഗം കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നു. നിലവിലുള്ള എല്ലാ പ്രൊജക്ടുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. റോയിയുടെ മകൻ രോഹിതും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നുകൊണ്ട് ഇനി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ നയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. യാതൊരുവിധ കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആശങ്കകളില്ല എന്നും കുടുംബം അറിയിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിലെ ചില ദുരൂഹതകൾ വീണ്ടും ഉടലെടുത്തു വരുന്നുണ്ട്. ചില സംശയങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു സ്യൂട്ട് കേസ് ഉണ്ടാകാറുണ്ടായിരുന്നു, ബ്രീഫ് കേസ്. ആ ഒരു ബ്രീഫ് കേസിലെ പിസ്റ്റൾ തന്നെയാണോ അദ്ദേഹത്തിന്റെ ജീവനെടുത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. തന്റെ രേഖകളും പിസ്റ്റലും അടങ്ങിയിട്ടുള്ള ബ്രീഫ് കേസ് റോയ് ഒരിക്കലും കൈവിടാറില്ല എന്ന് അദ്ദേഹത്തിന്റെ അടുത്തുള്ള സഹായികൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അന്ന് ആ ബ്രീഫ് കേസ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ അതിലുള്ള പിസ്റ്റളാണോ മരണകാരണമായി മാറിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. എവിടെയെങ്കിലും അബദ്ധത്തിൽ മറന്നുപോയാൽ പോലും ഉടനെ തന്നെ ബോഡി ഗാർഡുകളെ അയച്ച് തിരികെ എടുക്കുന്ന ഒരു ബ്രീഫ് കേസാണത്. മരണ ദിവസം ലാംഫോർഡ് ടൗണിലെ ഓഫീസിലും ഇതേ ബ്രീഫ് കേസ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സാധാരണ ബാംഗ്ലൂരുവിലെത്തിയാൽ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാറുള്ള റോയ് മരിക്കുന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ആദായ നികുതി പരിശോധനകളിൽ അസ്വസ്ഥനായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിലുണ്ട്. അന്ന് ഓഫീസിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ എത്തിയത് റെയ്ഡിനായല്ല, മറിച്ച് പരിശോധനകൾക്കായിട്ടാണ് എന്നുള്ള വിശദീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട്. റോയിയുടെ ദൈനംദിന കാര്യങ്ങളിൽ തങ്ങൾ തടസ്സമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ടയേറ്റ മുറിവാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കുന്നത്. ഉപയോഗിച്ച ആയുധത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ ബാലസ്റ്റിക് സംഘത്തിന്റെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് സംഘം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ആദായ നികുതി ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത് നിൽക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനാകാതെ ചില ദുരൂഹതകൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നത്. ജനുവരി 30 ലാംഫോർഡ് ടൗണിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇതിനിടയിലാണ് റോയ് സ്വയം ആത്മഹത്യ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെയാണ് അദ്ദേഹം തന്റെ ചേംബറിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ചില സുപ്രധാന രേഖകളിൽ ഒപ്പിടാനായി ആദായ നികുതി ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായ MD ജോസഫും അവിടെ ഉണ്ടായിരുന്നു. അതീവ സുരക്ഷാ ചേംബറിനുള്ളിൽ തന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ജീവനൊടുക്കിയതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ശബ്ദം പുറത്തു കേൾക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നതിനാൽ വെടിയൊച്ച ആരും കേൾക്കാതിരിക്കുകയും ചെയ്തെന്നാണ് പുറത്തുവന്ന സൂചനകൾ. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാവി പിൻഗാമികൾക്ക് കൈമാറിക്കൊണ്ടുള്ള 9 പേജുള്ള വിശദാംശങ്ങൾ ഇത്തരത്തിൽ ആത്മഹത്യക്കുറിപ്പായി പുറത്തു വരുമ്പോൾ ആ ഒരു നിമിഷം മാത്രം തോന്നിയ ഒരു ആത്മഹത്യയായിരുന്നു, അതോ ഇത് മാസങ്ങൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, സംശയങ്ങൾ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു മാധ്യമങ്ങൾ നൽകിയ പിന്തുണകൾക്ക് നന്ദി എന്നും രോഹിത് കഴിഞ്ഞ ദിവസം ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഉണ്ടായ നഷ്ടം വാക്കുകളിലൂടെ വിവരിക്കാനാകില്ല എന്നാണ് മകൻ പറയുന്നത്. ആദായ നികുതി ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് പിതാവ് തന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നും കുടുംബത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് എന്നും അതെത്ര മാത്രമാണ് എന്ന് വിവരിക്കാൻ കഴിയില്ല എന്നും മകൻ വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരുവിലെ ബന്നാർഘട്ട റോഡിലെ നേച്ചർ കാസ്കേഡിൽ നടന്ന റോയിയുടെ ശവസംസ്കാര ചടങ്ങിൽ നിരവധി ആളുകളാണ് എത്തിയത്. ബാംഗ്ലൂരു കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ റോയിയുടെ മൃതദേഹം ബാംഗ്ലൂരുവിലാണ് ശവസംസ്കാരം ചടങ്ങുകൾ നടത്തിയത്. രാവിലെ 10 മുതൽ 2 മണി വരെയായിരുന്നു റോയിയുടെ പ്രിയപ്പെട്ട നേച്ചേഴ്സ് ലക്ഷറി കാസ്കേഡിൽ പൊതു ദർശനം നടത്തിയ ശേഷം അദ്ദേഹം
അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത്. നാട്ടുകാരും വ്യവസായികളും പ്രമുഖരും അടക്കം സിനിമാ പ്രവർത്തകരും അടക്കം ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. ശേഷം വൈകിട്ട് 4:30 അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. നേച്ചേഴ്സ് ലക്ഷറിയിൽ വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു പൊതുദർശനത്തിനിടെ ഉണ്ടായിരുന്നത്. അതായത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായൊരുത്തൻ, സാധാരണക്കാരുടെ വേദനകൾ കണ്ടാൽ അകമഴിഞ്ഞ് സഹായിക്കാൻ ഉതകുന്ന ഒരുത്തൻ, കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള വിജയം, അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് വരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും കൈവിടാത്തൊരു മനുഷ്യനായിരുന്നു CJ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആഘാതം, ആ ഒരു ആത്മഹത്യ എന്നുള്ളത് അത് വലിയ രീതിയിൽ ആശങ്കയാണ് ജനങ്ങൾക്കൊക്കെ ഒന്നടങ്കം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.